മൂന്നാറിൽ തോട്ടം തൊഴിലാളികൾ നടത്തുന്ന ഉപരോധ സമരം തുടരും. കളക്ടറുമായി സമരക്കാർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. ഞായറാഴ്ച വീണ്ടും ചർച്ച നടത്തും. ബോണസും കൂലി വർധനവും ആവശ്യപ്പെട്ടാണ് 10,000-ഓളം വരുന്ന സ്ത്രീ തൊഴിലാളികൾ സമരം നടത്തുന്നത്. തോട്ടം തൊഴിലാളികൾ നടത്തുന്ന സമരം ഒത്തുതീർപ്പിലെത്തിക്കാൻ മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ CPM ഇടപെടുമെന്നും അദ്ദേഹം പറഞ്ഞു. മൂന്നാറിലെ തോട്ടം തൊഴിലാളികളുടെ സമരത്തോട് സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് ന്യായീകരിക്കാനാവില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും പറഞ്ഞു. മൂന്നാറിൽ തോട്ടം തൊഴിലാളികൾ നടത്തുന്ന സമരത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് VM സുധീരനും ആവശ്യപ്പെട്ടു. ഈ വിഷയമാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് INTUC അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റും സംസ്ഥാന പ്രസിഡന്റുമായ ശ്രീ R ചന്ദ്രശേഖരൻ, CPI നേതാവും ട്രേഡ് യൂണിയൻ നേതാവ് കൂടിയായ ശ്രീ C ദിവാകരൻ, മൂന്നാറിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന അവരുടെ പ്രതിനിധിയായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥി കൂടിയായ ശ്രീ മണികണ്ഠൻ, തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണും ചർച്ചയിൽ ചേരും. ഏറ്റവും ആദ്യം ശ്രീ മണികണ്ഠൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് തൊഴിലാളികളുടെ പ്രതിനിധിയായിട്ടാണ്. മണികണ്ഠൻ, എന്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കളക്ടറുമായിട്ടുള്ള ചർച്ച വരെ പരാജയപ്പെട്ടിരിക്കുന്നു? റോഡിൽ തന്നെയാണ് തൊഴിലാളികൾ എന്നാണ്, ദേശീയ പാത വരെ അവിടെ പ്രതിരോധിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു സമരത്തിലേക്ക്, എല്ലാ വശങ്ങളും അടച്ചുകൊണ്ടുള്ളൊരു സമരത്തിലേക്ക്, രാഷ്ട്രീയക്കാരെ പോലും ഒന്ന് മുൾമുനയിൽ നിർത്തിക്കൊണ്ടുള്ള സമരത്തിലേക്ക് എന്തുകൊണ്ട് പോകുന്നു മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾ? മൂന്നാറിലെ തോട്ടം തൊഴിലാളി എന്ന് പറയുന്നത് അവിടെ ജീവിക്കുന്ന പാവപ്പെട്ട മക്കളാണ്. വെറും 250 രൂപയ്ക്ക് വേണ്ടി രാവിലെ 7 തൊട്ട് വൈകിട്ട് 4:30 വരെ ജോലി ചെയ്യുന്ന പാവപ്പെട്ട മക്കളാണ്. 10,000 കണക്കിലും മേലിൽ പാവപ്പെട്ട മക്കൾ അവിടെ ഉണ്ട്. പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തിൻ്റെ ബോണസാണ്, പ്രോഫിറ്റാണ് ഈ വർഷത്തിൻ്റെ ബോണസ് എന്ന് പറയുന്നത്. അവിടുത്തെ കഴിഞ്ഞ വർഷത്തിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് വെറും 5 കോടി എന്നാണ് പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് ഇവർ ബോണസ് ചോദിച്ച് നിൽക്കുമ്പോൾ ഓണം കഴിഞ്ഞു. ബോണസ് 9% ആണ് തരുന്നതെന്ന് പറഞ്ഞ് കണ്ണൻ ദേവൻ ഹിൽസ് കമ്പനി പറഞ്ഞത്. അപ്പോൾ അത് തികയില്ല എന്ന് പറഞ്ഞ് എല്ലാവരും ഒരു ചെറിയ ഉൾത്തോന്നലുണ്ടായിരുന്നു. പിന്നീട് അത് സ്ലോ ഡൗൺ എന്ന് പറഞ്ഞ ഒരു ജോലി എന്ന് പറഞ്ഞാൽ കുറച്ച് ജോലി ചെയ്യുക, ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നതിൽ നിന്ന് കുറവായിട്ടും അവർ ഇപ്പോൾ ബോണസിന് വേണ്ടിയാണ് മക്കൾ ജോലി ചെയ്യുന്നത്. കൂടുതൽ ജോലി ചെയ്താൽ കുറേ പ്രോഫിറ്റ് കിട്ടും കമ്പനിക്ക്. അപ്പോൾ അത് കാരണം നമുക്ക് ബോണസ് കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് മക്കളൊക്കെ രാവിലെ 6:30 പോകുന്നവരുണ്ട്. അപ്പോൾ കൂടുതൽ പൈസ കിട്ടും. ഈ 250 വെച്ച് എങ്ങനെയാണ് ജീവിക്കുന്നത്? ബോണസിൻ്റെ കാര്യത്തിൽ മൂന്നാറിൽ പൊടുന്നനെ ഉണ്ടായ ഈ ഒരു പ്രക്ഷോഭം ഈ തൊഴിലാളികളുടെ ജീവിത സാഹചര്യങ്ങളും കഷ്ടപ്പാടുകളും സഹിക്കാൻ കഴിയാത്തൊരു സാഹചര്യം കൂടി പെട്ടെന്ന് ഫ്ലെയറപ്പ് ചെയ്തതാണ്. ഇതിനോടൊന്നും നമുക്കൊരു വിരോധമില്ല, കാരണം ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. ഇവിടെ നമ്മൾ കാണുന്നൊരു വസ്തുത, ഈ ബോണസ് എന്ന് പറയുന്നത് 965 ബോണസ് നിയമത്തിൽ ബോണസ് ഒരു വർഷം ലാഭമാണെങ്കിൽ ആ വർഷം വിതരണം ചെയ്യുന്ന ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ബോണസിന് വിതരണം വേണ്ടി വരുന്ന എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ലാഭത്തിൽ ബാക്കിയുള്ള തുകയിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം ക്യാരി ഫോർവേഡ് ചെയ്ത് അടുത്ത വർഷത്തെ ബോണസ് കണക്കാക്കുമ്പോൾ ഈ ലാഭത്തിൻ്റെ ഒരു ഭാഗം കൂടി കണക്കാക്കും. ഇവിടെ മണികണ്ഠൻ പറഞ്ഞ ഒരു ഭാഗം ആരോ പറഞ്ഞ് മനസ്സിലാക്കിയതാണ്, തീർച്ചയായിട്ടും ന്യായമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മൂന്നാറിലെ കണ്ണൻ ദേവൻ ടീ എസ്റ്റേറ്റിൽ ഈ വർഷം ലാഭമുള്ള കമ്പനിയിൽ എന്തുകൊണ്ട് കഴിഞ്ഞ വർഷം കൊടുത്ത ബോണസ് കൊടുക്കില്ല എന്ന് തീരുമാനിച്ചു എന്ന് എത്ര ആലോചിച്ചാലും ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തകനായി എനിക്ക് മനസ്സിലാവില്ല. വരാം ശ്രീ ദിവാകരൻ. ഇപ്പോൾ ശ്രീ ചന്ദ്രശേഖരന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകാത്ത കാര്യം ശ്രീ C ദിവാകരന് എങ്ങനെയാണ് തോന്നുന്നത്? അല്ല, ചന്ദ്രശേഖരൻ പറഞ്ഞത് ഒരു തോട്ടം മേഖലയിലുള്ള പൊതുവിലുള്ളൊരു പ്രതിഭാസമാണ്. ഇവിടെ ചർച്ച ചെയ്യുന്ന അതല്ല. കഴിഞ്ഞ 7 ദിവസമായി കേരളത്തിലെ ഒരു ജില്ല പരിപൂർണമായി സ്തംഭനത്തിലാണ്. തൊഴിലാളികൾ ഉന്നയിച്ചിരിക്കുന്നത് അവരുടെ ന്യായമായ ഒരാവശ്യമാണ്. ഇവിടെ നേരത്തെ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, തൊഴിലാളി നേതാക്കന്മാരെല്ലാം പറ്റിച്ചിരിക്കുകയാണ്. അതൊക്കെ സ്വാഭാവികമായിട്ട് തൊഴിലാളികളുടെ വികാരങ്ങളാണത്. എന്നാൽ ഇവിടെ ഒരു ഗവൺമെൻറ് ഉണ്ടല്ലോ,
ഒരു തൊഴിൽ വകുപ്പുണ്ടല്ലോ, ഒരു തൊഴിൽകാര്യ മന്ത്രിയുണ്ട്, തൊഴിൽ നയമുണ്ട്. ചന്ദ്രശേഖരൻ കൂടി അംഗീകരിക്കുന്ന ഒരു തൊഴിൽ നയമുണ്ട്. ആ തൊഴിൽ നയത്തിൽ തൊഴിലാളികൾ ന്യായമായ ഒരു ആവശ്യം ഉന്നയിച്ച് മുന്നോട്ട് വരുമ്പോൾ ഒരു മാനേജ്മെൻറ്റ് പൂർണ്ണമായി ധിക്കാരപരമായി നിഷേധിച്ചാൽ ആ മാനേജ്മെൻറ്റിനെ നിലയ്ക്ക് നിർത്താനുള്ള അധികാരം ഗവൺമെൻറ് കയ്യിൽ, ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് കയ്യിലുണ്ട്. ചന്ദ്രശേഖരൻ പറഞ്ഞ മറ്റൊരു കാര്യം ഞാൻ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുന്നു. പ്ലാന്റേഷൻ ലേബർ ആക്ട് നടപ്പിലാക്കേണ്ടത് ആരാണ്? പ്ലാന്റേഷൻ ലേബർ ആക്ട് ഇവിടെ നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഈ ലയങ്ങൾ മാറും, ആശുപത്രികൾ മാറും, പൊതുവെ ആ തൊഴിലാളി സീസണിൽ കിട്ടേണ്ട കമ്പിളി, യൂണിഫോം എല്ലാം ആ പ്ലാന്റേഷൻ ലേബർ ആക്ട് കോംപ്രഹെൻസീവായിട്ടുള്ളൊരു ആക്റ്റാണ്. ആ ആക്ട് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള സമരം വേറെ ആരംഭിക്കേണ്ടതാണ്. ഈ തൊഴിലാളികളെ ആരാണ് ഈ തെരുവിലിറക്കിയത്? തൊഴിലാളികളുടെ ഈ സമരം നിയമവിരുദ്ധമാണ് എന്ന് ആരും പറയുന്നില്ല. കാരണം VM സുധീരൻ പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ചന്ദ്രശേഖരൻ പറയും പോലെ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയും INTUCയും 100% ഈ സമരത്തെ ഈ തരത്തിലുള്ള സമരത്തെ പിന്തുണ കൊടുക്കുമ്പോൾ തൊഴിലാളി വളരെ ധൈര്യമായിട്ടിരിക്കുകയല്ലോ, പെരുവഴിയിലിരിക്കാം, അവർക്ക് മുന്നോട്ട് പോകാം. അതുപോലെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയും ഇതിന് പിന്തുണ കൊടുത്തിട്ടുണ്ട്. ഹർത്താൽ വരെ പ്രഖ്യാപിച്ച് അവരെ പിന്തുണ പ്രഖ്യാപിച്ചു. തൊഴിലാളി എന്ത് തെറ്റ് ചെയ്തു? തൊഴിലാളി നിരപരാധികളാണെന്നുള്ളത് കൊണ്ടാണ് ഒരേ സമയത്ത് ഈ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ തൊഴിലാളികളുടെ ഈ സമരത്തെ അനുകൂലിക്കുന്നത്. ഇവിടെ ഗവൺമെന്റ് സ്വരം നേരത്തെ ചോദിച്ച പോലെ എന്താണ് ഈ മാനേജ്മെന്റിനെ നിലയ്ക്ക് നിർത്താൻ? പാവപ്പെട്ട തൊഴിലാളിക്ക് അർഹമായ ബോണസ് നിങ്ങൾ കൊടുക്കണം, കൊടുത്തില്ലെങ്കിൽ അനന്തര നടപടികൾക്ക് ഗവൺമെന്റ് മുന്നോട്ട് പോകേണ്ടി വരും എന്ന് പറയാനുള്ള ഒരു ആർജവം എന്തുകൊണ്ട് ഗവൺമെന്റ് കാണിക്കുന്നില്ല? ചന്ദ്രശേഖരനെ പോലുള്ള ആളുകൾ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും സുധീരൻ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടും ഇത് ഞായറാഴ്ച ആവട്ടെ തിങ്കളാഴ്ച ആവട്ടെ ഭിക്ഷാടനമാണോ? 24 മണിക്കൂർ കൊണ്ട് ഇവരെ എല്ലാം പല തരത്തിൽ അവരെ സ്വാധീനിച്ച് അവർക്കൊരു പ്രശ്ന പരിഹാരം കാണണ്ടേ? പക്ഷേ ശ്രീ സി ദിവാകരൻ, ഇപ്പോ ശ്രീ ഷിബു ബേബി ജോൺ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇതിപ്പോ തൊഴിൽ വകുപ്പിന്റെ കയ്യിൽ മാത്രം നിൽക്കുന്ന കാര്യം അല്ലാതായിരിക്കുന്നു. ആഭ്യന്തര വകുപ്പിനെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ആഭ്യന്തര വകുപ്പ് ആരാണ്? പ്രതിപക്ഷമാണോ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യണത്? ആഭ്യന്തര വകുപ്പിന്റെ കൂടെ ഇരിക്കുന്നതല്ലേ ലേബർ വകുപ്പും ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും ചന്ദ്രശേഖരനും എല്ലാം കൂടി ഇരുന്ന് ഇതിനകത്തിന് തീരുമാനം എടുത്താൽ മതിയല്ലോ. പിന്നീട് നിങ്ങളുടെ ട്രേഡ് യൂണിയന്റെ നേതാക്കന്മാർ മോശക്കാരാണോ, അവരാണോ ഇതിന് ഉത്തരവാദി, അവരിൽ വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ. ഇവിടെ ഇഷ്യൂ എന്താണ്? ഇഷ്യൂ ബോണസാണ്, ശമ്പള വർധനവാണ്. ആ ഇഷ്യൂയിൽ ആരും പറയുന്നില്ല. അവർ നിഷേധിക്കട്ടെ, ഗവൺമെന്റ് പറയട്ടെ അനർഹമായ ഡിമാൻഡാണിത്, അംഗീകരിക്കാൻ പറ്റില്ല, ഗവൺമെന്റ് അതിന് കൂട്ടുനിൽക്കില്ല, ഒരു ഫെയർ ലേബർ പ്രാക്ടീസ് ഞങ്ങളില്ല, ഇത് അൺഫെയർ ആണ് എന്ന് പറയട്ടെ.